എല്ലാവർക്കും മൈ സീരൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ സ്പൈസസ് ആണോ വീട്ടിലുള്ളത് അതെല്ലാം എടുക്കുക. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സ്, പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, കുറച്ച് പച്ചമുളകും കൂടി അരച്ചെടുത്ത പേസ്റ്റാണ്. പിന്നെ 2 സവാള, 2 കിഴങ്ങ്, ഒരു തക്കാളി. ഇത്രയും സാധനം നമുക്ക് മതി ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഒരു 300 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 3 ലെഗ് പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഗ് പീസ് 3 എണ്ണം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 2 പേർക്കുള്ള പോർഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, പിന്നെ ഒരു 1 ടീസ്പൂണോളം നാരങ്ങ നീരും കൂടി ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ച നാരങ്ങാനീരെന്ന് പറയുന്നത് നമുക്കിവിടെ ബോട്ടിലിൽ വാങ്ങിക്കാൻ കിട്ടുന്ന നാരങ്ങാനീരാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വിനാഗിരിയുടെ ഒരു ചുവ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 15 മുതൽ ഒരു 30 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. അധികം നേരം മാറ്റി വയ്ക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന അത്രയും മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി, അത് പാനൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ, അത് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ആയിട്ടുള്ള എന്ത് ഓയിലാണ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗീ, അതായത് നെയ്യും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കണം. എന്നാലാണ് ഈ കറിക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുള്ളൂ. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇടും. അപ്പോൾ ചിക്കൻ്റെ ഒപ്പം തന്നെ ആ ചിക്കൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങുന്നതിനൊപ്പം തന്നെ ആ കിഴങ്ങും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. പിന്നെ ചിക്കൻ ലെഗ് ആയതുകൊണ്ട് അധികം ഒന്നും കുക്കാവുകയില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പുറമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി വരണം, അതുപോലെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ടായിരിക്കണം. അത്രേ വരെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പാകത്തിന് അത് കുക്കായി കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് നേരെ ആ ചിക്കൻ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ ആ കിഴങ്ങെല്ലാം ഫ്രൈ ആയതും എല്ലാം പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാനിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിക്ക് വേണ്ട ഗ്രേവി, അതായത് ആ മസാല ഗ്രേവി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മസാല ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്പൈസസ് എല്ലാം ഫ്രൈ ചെയ്യും. അപ്പോൾ സ്പൈസസ് ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തക്കോലം, പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, അത്രയും സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ഉണക്കമുളക് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. പക്ഷേ ആ ഇട്ട ഉണക്കമുളക് നല്ലതുപോലെ പൊട്ടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉണക്കമുളകിനെല്ലാം നല്ലതുപോലെ എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ ഉണക്കമുളക് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ പച്ചമുളക് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നില്ല. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റായിട്ട് അരച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, നല്ല എരിവാണ് ഇവിടുത്തെ പച്ചമുളകിന്, അതുകൊണ്ട് 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ പേസ്റ്റിൻ്റെ ഒരു പച്ച കുത്തുമണം പോകുന്നത് വരെ നല്ലതുപോലെ ഇത് വഴറ്റണം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ പച്ചമണം നമുക്ക് മാറുന്ന ഒരു സ്റ്റേജ് വരെ ഇതിനെ വഴറ്റണം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ വേറെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തതോ അങ്ങനെ കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ പാകത്തിന് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന സവാള നല്ലതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ സവാള നല്ലതുപോലെ കുഴഞ്ഞ് നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് കറിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാള ഭയങ്കര ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് നല്ലതുപോലെ ഫൈനായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സവാള നീളത്തിലരിയും. ഇതുപോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സവാള ഞാൻ നല്ലതുപോലെ ഫൈനായിട്ടാണ് അരിയണത്. ഇനി സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കറിക്ക് വേണ്ട ഉപ്പ്, അത് ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റി കുറച്ച് നേരം മൂടി വെച്ചും നല്ലതുപോലെ വഴറ്റി ഇത് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുക്കാവണം. അപ്പോൾ തക്കാളിയെല്ലാം വെന്ത് ഉടഞ്ഞു വരും, ആ ഒരു പരുവാവുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. ഒരു 2 മിനിറ്റ് നേരം തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ അത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം ഇടണം. അപ്പോൾ ഞാനിവിടെ ഇടുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും
അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. മല്ലിപ്പൊടി വളരെ റെയറായിട്ടാണ് ചിക്കൻ കറിയിൽ എല്ലാവരും ഇടുന്നത്, പക്ഷേ ഞാനിവിടെ ഇടുന്നുണ്ട്. അതൊരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം വരെ നിങ്ങൾക്ക് ഇടാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല കിച്ചൺ ട്രഷേഴ്സിൻ്റെ എന്തോ ഒരു ചിക്കൻ മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആണ് ഞാൻ മസാലയായിട്ട് ഇട്ടിട്ടുള്ളൂ, വേറെ മസാലകളൊന്നും തന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഇത് നല്ലതുപോലെ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യണം. കാരണം ആ മസാല നന്നായിട്ട് സവാളയിലേക്ക് പിടിച്ച് നല്ലതുപോലെ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളത് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു മസാലയുടെ പച്ചപ്പെല്ലാം പോയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞിരിക്കുന്ന ഈ സ്റ്റേജിലാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഈ മസാല നല്ലതുപോലെ തന്നെ ചിക്കനിലേക്ക് പുരട്ടി കോട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ് അതിനെ അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ ആവിയിലിരുന്നിട്ട് ആ മസാലയും ചിക്കനും കൂടി നല്ലതുപോലെ ഒന്ന് കുക്കാവും. ഒരു 5 മിനിറ്റ് അതങ്ങനെ കുക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിക്കനിൽ നിന്ന് ഇനി അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും നമ്മുടെ ഗ്രേവിയിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചതോ അങ്ങനത്തെ ഒന്നുമല്ല, കുറച്ച് വെള്ളം, അതും വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ആ ഗ്രേവി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ആ മസാല നല്ലതുപോലെ തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ പൊട്ടറ്റോ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യും. പൊട്ടറ്റോയും ചിക്കനും മസാലയും ഒരുമിച്ച് നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ടു അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ക്രഷ്ഡ് പെപ്പേഴ്സാണ് ഇട്ടിരിക്കുന്നത്, അതും ബ്ലാക്ക് പെപ്പർ, വേറെ ഒന്നുമല്ല. ഇതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് 10 മിനിറ്റ്, കൃത്യം 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ചിക്കനും കിഴങ്ങും ആ മസാലയും കൂടി നല്ലതുപോലെ കുക്കായി നല്ലതുപോലെ തിളച്ച് വരും. ആ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ പാനിൻ്റെ ചൂടിലും ആ സ്റ്റൗവിൻ്റെ ചൂടിലും കൂടി ഒരു 2 മിനിറ്റ് ഇരുന്ന് തന്നെ താൻ ആ കറി ഒന്ന് കുറുകും. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഇപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ചിക്കൻ കറി. അപ്പോൾ ഈ ചിക്കൻ കറി മൊത്തം കുക്ക് ചെയ്യാനായിട്ട് 15 മിനിറ്റ് മാരിനേഷനും ഒരു 15 മിനിറ്റോളം കുക്കിംഗ് ടൈമുമാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കറി കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറിയുടെ കൂടെ ഞാൻ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് പറയുന്നത് നമ്മുടെ നാടൻ അരിപ്പുട്ടാണ്. അപ്പോൾ നമ്മുടെ നാടൻ അരി കൊണ്ടുണ്ടാക്കുന്ന നാടൻ അരിപ്പുട്ട്, ഗോതമ്പുട്ടല്ല അരിപ്പുട്ട്, അത് ചൂടോടെ നല്ല ചൂടുള്ള പുട്ടും ചൂടുള്ള ഈ ചിക്കൻ കറിയും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.